Hello everybody and welcome back to my YouTube channel. This is Parvati. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ? സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഷാർജയിൽ തന്നെയാണ്. ഇന്നത്തെ പ്ലാന് കുറച്ചൊരു ക്ലംസി ആണ്. ബിക്കോസ് ഇന്ന് ഐ തോട്ട് ഇവിടെ ഷാർജയിൽ നമ്മുടെ കോർണിഷ് ഏരിയ ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഐ ഹാവ് എ പ്ലാൻ ടു ഗോ ടു ദേദ് ഓൾസോ. ദേദും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. Okay, so right now I am in front of Sharjah Aquarium. നമ്മുടെ ഷാർജയിലെ തന്നെ ഷാർജയിൽ ആക്ച്വലി ടൂറിസ്റ്റ് പ്ലേസസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ടു ദുബായ് ആൻഡ് അതർ പ്ലേസസ്. So one among the prominent tourist place in Sharjah എന്ന് പറയുന്ന one is Sharjah Aquarium. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഇൻ ആൻഡ് അറൗണ്ട് എ സർക്കിൾ എന്ന് തന്നെ പറയും. ബിക്കോസ് ഇവിടെ ഷാർജ മ്യൂസിയം അടുത്താണ് വരുന്നത്, ഷാർജ അക്വേറിയം അടുത്താണ് വരുന്നത്, ദർ ഇസ് വൺ അൽഖാൻ ബീച്ച്, പിന്നെ ഇവിടെ ഒരു കോർണിഷ് ഉണ്ട്, ഷാർജ കോർണിഷ്, ഇതെല്ലാം അടുത്തടുത്തായിട്ടാണ് വരുന്നത്. ആൻഡ് ഷാർജയിൽ ദ ഹാർട്ട് ഓഫ് ഷാർജ എന്ന് പറയുന്നത് റൂറൽ ഏരിയ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ടൂറിസ്റ്റ് പ്ലേസസ് ആൻഡ് ഓൾ കം ദിസ് സൈഡ്. ഇവിടെയാണ് ഷാർജയിലെ ഹോട്ടൽസ് എല്ലാം ഉള്ളത്. Also you can find superb water activities in this area. അതുപോലെ ഒരെണ്ണമാണ് വാട്ടർ ബൈക്ക് എന്നുള്ളത്. വി കോൾ ഇറ്റ് ജെറ്റ് സ്കീ. ഇറ്റ്സ് വെരി ത്രില്ലിംഗ് ആൻഡ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ബാക്കിൽ ഇപ്പോൾ കാണുന്നതാണ് ഷാർജ ആർക്കിയോളജിക്കൽ ഒരു സൈറ്റാണത്. അതെന്താണെന്ന് വെച്ചാൽ പഴയ ഒരു ഇവരുടെ അറബ്സിൻ്റെ വീടിൻ്റെ റിമൈനിങ്സ് ആണ്. അത് അവരങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. പിന്നെ ഇവിടെ തന്നെയാണ് ഷാർജ കോർണിഷ്. ഇത് ഷാർജ കോർണിഷേരിയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഷാർജ കോർണിഷിനോട് അടുത്ത് കുറച്ച് ദൂരെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് അൽഖാൻ ബീച്ചും കാണാം. ഇവിടെ എല്ലാവരും ഒരു ഈവനിങ് വാക്കിനൊക്കെ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 6 o'clock ആയി. സോ ഇവിടെ ഒരു നല്ലൊരു പീസ് കാം ഏരിയ ആണ്. നമുക്ക് ചുമ്മാ ഫാമിലിയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വാക്കിനൊക്കെ പറ്റിയ ഏരിയ ആണ്. അടിപൊളി ചില്ല അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് നടക്കാനൊക്കെ ഇങ്ങനെ. See, I am a person who don't have any issues if I'm alone also. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ I'm okay with a group of people and I'm okay walking all alone. എല്ലാം എനിക്ക് ഓക്കെയാണ്. So one thing I am very specific is I want to go to different places, explore different places, to have lot many foods. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ അങ്ങനെയൊക്കെ. പക്ഷെ നല്ല ക്ലൈമറ്റ് കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഇപ്പം നല്ല സമ്മർ ടൈം ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ. എന്നാലും പ്രശ്നമില്ല കേട്ടോ. നല്ല ക്ലൈമറ്റ് ഒക്കെ ഇറ്റ്സ് ഓൾ ഓക്കെ. സോ എൻ്റെ ബീച്ച് വാക്കിനൊക്കെ ശേഷം ഐ ജസ്റ്റ് കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ഷാർജ അക്വേറിയം. അപ്പം ഞാൻ വിചാരിച്ചു അകത്തൊന്ന് കയറാമെന്ന്. So yes, we are entering Sharjah Aquarium. അടിപൊളി ഇൻറ്റീരിയർ കൂടെയാണ്. യു ക്യാൻ സീ ദാറ്റ്. സോ ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. നമ്മൾ കയറുമ്പോൾ തന്നെ യു ഗെറ്റ് ടു സീ ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് ഡിസ്പ്ലേ ബോർഡ്സ് ആൻഡ് ഓൾ ഡീറ്റെയിലിംഗ് എവറിത്തിങ് അബൌട്ട് ഷാർജ അക്വേറിയം. ഇവിടുത്തെ ഒരു ഇൻസൈഡ് ടെക്സ്ചർ എന്ന് പറയുന്നത് പഴയ ആ ഒരു പോട്ടും കാര്യങ്ങളും അതൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, അടിപൊളിയല്ലേ? ഇതെല്ലാം ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സാധനങ്ങളാണ്. ഇത് കണ്ടോ, ടേക്കർ എ വെരി സൂംഡ് വീഡിയോ. ഇതായിരുന്നു അവർ മീൻ പിടിക്കുന്ന വലയൊക്കെ, നെറ്റ്, ഫിഷ് നെറ്റും പിന്നെ ഫിഷ് റോപ്പും. പിന്നെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. And next thing we are going to enter is Antique Door from Alkhan area. I'll show you the video. See ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, മൈ ഗോഡ്, ദിസ് ഇസ് ലൈക്ക് അമേസിങ്. ഒരു പഴയ രീതിയും പഴയ വീഡിയോസും ഒക്കെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. സി So these are the documentary videos they have taken. പണ്ടത്തെ കാലത്തൊക്കെ അൽഖാൻ ഏരിയയിൽ, ഈ അൽഖാൻ ഏരിയ എന്ന് പറയുന്ന ഫിഷറി ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ മുക്കുവന്മാരെന്നൊക്കെ പറയത്തില്ലേ,
അങ്ങനത്തെ ഈ ഒരു കോസ്റ്റൽ ക്രാഫ്റ്റ് തന്നെ ഇവർ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾസോ വൺ ബെസ്റ്റ് പാർട്ട് ഇസ് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. യു ഡോണ്ട് നീഡ് ടു ഹാവ് ഒരു എന്താ പറയുക, ഒരു ഗൈഡിൻ്റെ കാര്യമൊന്നും ഒരു ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എൻട്രൻസ് ആയതേ ഉള്ളൂ, ഇനി നമ്മൾ മെയിൻ പാർട്ടിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. And yes, I was just walking towards the main part of the aquarium. ഇതാ ഇപ്പോൾ കാണുന്നതാണ് ഓപ്പൺ സീ ഷോൾസ്. ഷോൾസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഫിഷസ് സ്വിമ്മിങ് ടുഗെദർ. ഇവിടെ എവിടെ പോയാലും ഇതേ സെയിം കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദിസ് ഇസ് അനദർ പാർട്ട് ഓഫ് aquarium where you get to see ഷാർക്സ്. ഇത് വലിയ ഷാർക്സ് അല്ല, ബേബി ഷാർക്സ് ആണെന്ന് തന്നെ പറയാം. എന്ത് ഭംഗിയാ! ഞാൻ ഈ ആദ്യമായിട്ടൊക്കെ അക്യൂറത്തിൽ കയറുന്ന ആൾക്കാർ എക്സ്പ്രഷനാണ് ഞാൻ ഇടുന്നത്. പക്ഷേ എവറി ടൈം വെൻ യു സീ ഡിഫറെൻറ്റ് തിങ്സ് നമുക്ക് നല്ല നല്ല, എൻ്റെ ഫേസ് ഒട്ടും ക്ലിയർ അല്ലല്ലേ, ദാറ്റ്സ് ഓക്കെ. ബട്ട് ഇന്നത്തെ ഹീറോസ് ഇവരാണ്. മൈ ഗോഡ്. ഓക്കെ, സോ നമുക്ക് ടൈമില്ല, വി ആർ ഓൾറെഡി ലേറ്റ്. ലൈക്ക് ദേ വിൽ ബി ക്ലോസിങ് aquarium by 8 o'clock. അതിന് മുന്നേ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു മ്യൂസിയം ഓൾസോ. One main thing we should really get to know about Sharjah Aquarium is ഏകദേശം 150 of marine species are there at Sharjah Aquarium, which is from Arabian Gulf water. മാത്രമല്ല, it also gives us a chance to learn about their habits, പിന്നെ about the coral reefs, പിന്നെ about the mangroves, പിന്നെ Alkan lagoons. ഇതിനെയൊക്കെ പറ്റിയിട്ട് ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ ആൻഡ് ഐഡിയ നമുക്ക് ഈ അക്വേറിയത്തിലൂടെ കാണാൻ പറ്റും. സോ അപ്പാർട്ട് ഫ്രം ദി വ്യൂ ഇറ്റ് ഗിവ്സ് us an immense knowledge about what the sea life is. And she is the hero of the show. കുറച്ച് അപകടകാരിയാണ്. ഹർ നെയിം ഇസ് മോരെ ഈൽസ്. ഹാൻഡ് ഫീഡിങ് ഒന്നും ഈ ഫിഷിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല, അവർ അലൗ ചെയ്യിപ്പിക്കത്തില്ല. ഇവിടെ ഈ ഡിസ്പ്ലേ ബോർഡിൽ ഈ ഫിഷിൻ്റെ ഫുഡ് ഹാബിറ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ലേ, കുറച്ച് അറ്റാക്കിങ് ഈ വയലൻസ് ഒക്കെ ഉള്ള ഒരു ഫിഷാണ് അത്. സോ ഇപ്പോൾ നമ്മൾ കണ്ട ഈ കോമൺ അക്വേറിയത്തിലുള്ള ഫിഷസ് ആണ് ഈ കാണുന്നത്. ബാറ്റ് ഫിഷ്, ഗോൾഡ് ലൈൻ ഫിഷ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് കണ്ട ഒരു ഫിഷാണ് ഇത്. ബാറ്റ് ഫിഷാണ്. And I have finished first floor. എന്നിട്ട് ഞാനിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. കാരണം കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ക്ലൈംബ് സ്റ്റെയർസ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് കിഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ ദിസ് ഇസ് വൺ ഏരിയ യു ക്യാൻ എൻ്റർടൈൻ ദം. ദിസ് ഇസ് ഡ്രാഗൺ സോൾവ് പസിൽ. ഇവർ നമുക്ക് കുറേ ഫിഷിൻ്റെ ഫോട്ടോസ് തരും. യു ജസ്റ്റ് നീഡ് ടു പസിൽ ഇറ്റ് അപ്പ് റൈറ്റ്ലി. എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഗുഡ് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ബിക്കോസ് വ്ളോഗിങ് ഇതെല്ലാം കൂടെ നടക്കുന്നില്ലായിരുന്നു. Here they have shown mangroves because mangroves in the underl varuna fishes ne avarku kaanikanamaayirunnu. And here this area is for crabs. I don't know why they have given that lighting. Maybe raja aayadondayirikka, I don't know. But then you can see, just zoom and see kumbake aayittu, that is crab, sea crab, salt water ulla crabs aanu. Reached on the top of the water bed. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഒരു ഓൺ ടോപ്പ് വാട്ടർ ബെഡ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വൺ മെയിൻ തിങ് ദേ റിക്വസ്റ്റ് അസ് നമ്മളിവിടെ വന്ന് കണ്ടാലും വി ഷുഡൻ ബി ഡിസ്റ്റർബിങ് ദീസ് ഫിഷസ്. നമ്മളൊന്നും എടുത്ത് എറിയാനോ ഫുഡ് കൊടുക്കാനോ ഒന്നും പാടില്ല. ഇവിടെ കണ്ട ചെറിയ ചെറിയ റെയിൽസ് ആണുള്ളത്. ഈ റെയിൽസിൻ്റെ അടിയിലൂടെ ഒന്നും കൈ ഇടല്ല.
So this pathway is kind of like bridge over the water bed which is here. You also have an area where transparent സ്ഥലം ഉണ്ട് so that you can see the fishes ഇങ്ങനെ നീന്തുന്നതൊക്കെ കാണാം. And also I also found two big cute and very pretty fishes playing each other. അങ്ങനത്തെ കുറേ നല്ല കാഴ്ചകളും കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സ്മോൾ തിങ് ഐ ഹാവ് ടു ഷോ യു ഗൈസ്. ഇത് കണ്ടോ, നമ്മൾ യൂസ്ഡ് ബോട്ടിൽസ് ഇവരിവിടെ റീസൈക്കിൾ ചെയ്ത് ദേ ഹാവ് യുനോ അത് വെച്ചിട്ടൊരു ഒക്ടോപ്പസിനെ ഉണ്ടാക്കിയേക്കുക. എന്ത് ഭംഗിയല്ലേ നോക്കി. See, I'm sure that they are very rich enough to, you know, keep a original one or അതിനെക്കാട്ടിലും വലിയ ഒരു സ്റ്റാച്ചുവിനെയൊക്കെ വെക്കാൻ അവർക്ക് പറ്റും. പക്ഷേ these are something they show us, very small messages, tiny messages they give us. അല്ലേ, അടിപൊളി അടിപൊളി. യെസ്, അപ്പോൾ നിങ്ങൾ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണോ അല്ലേ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജ മ്യൂസിയത്തിനകത്താണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോട്ടിൻ്റെ ശൈലികൾ, ദ ഫിഷ് നെറ്റ് ദേ യൂസ്ഡ്, പിന്നെ റോപ്സ് കാര്യങ്ങളൊക്കെ എല്ലാം അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂട്ടായിട്ട് കുറേ ചേട്ടന്മാരും ഉണ്ട്. കണ്ടോ, ഈ ചേട്ടൻ്റെ പേര് ദിവാകരൻ എന്നാണ്. സോ യാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവർ ഈ ബോട്ടൊക്കെ വെച്ചേക്കുന്നതിനെക്കാട്ടിലും ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. One good part is you have a joint ticket for both museum and aquarium, and it's 25 for the adults and 15 for the kids, and under 3 it's free. There are lot many facilities also, like free Wi-Fi, free parking and prayer rooms. അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ട്. And these are seafaring dhows. Dhows in which are ships which are designed for fishing, trading, pearling. I'm sure that you guys know how UAE was famous for its pearling activities. And this is the scene of closing the deal for pearling activities. And these are the another type of nets they were using. And this is the compass. Another samayatake direction ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് they were using these compass. മ്യൂസിയത്തിൻ്റെ വേറൊരു ഭാഗം തന്നെ കവർ ചെയ്ത ഒരു വലിയ ഏഷ്യൻ മാപ്പാണ്. ദേ ട്രൈഡ് ലൊക്കേറ്റിംഗ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നമ്മുടെ ഇന്ത്യ ആൻഡ് നമ്മുടെ സ്വന്തം കേരളം. എവിടെ പോയാലും മലയാളിയാന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രൈഡാണല്ലേ. യെസ്, എനിക്ക്. These are the food items they use to carry when they go for fishing. ഇതിൻ്റെ ചെറിയൊരു പിക്ചർ മാത്രമാണ് അവർ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹുക്സ് ആയിരുന്നു, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ട്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വിൻഡ് സ്ക്രീനർ ആണ്. ദിസ് റൂൾസ് ദി ഡയറക്ഷൻ ഓഫ് ദി ബോട്ട്. നല്ല കട്ടിയാട്ടോ ഈ മെറ്റീരിയലിന്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ട് ഇവര്. റിയൽ പിക്ചറാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ അവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നെയിൽസ് ആണ് ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ കണ്ടിരുന്ന് ഐ ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് മ്യൂസിയം. പിന്നെ ഞാനൊരു നല്ലൊരു കൂട്ടുകാരിയും പരിചയപ്പെട്ടു. സൂപ്പർ. സേ ഹായ്. ഹലോ. ഓക്കേ, ബൈ ബൈ. ഹൗ സ്മാർട്ട് ദീസ് കിഡ്സ് ആർ. അടിപൊളി. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഡേ. നമ്മൾ അങ്ങനെ ഷാർജ അക്വേറിയം കണ്ടു, ഷാർജ മ്യൂസിയം കണ്ടു, അൽഖാൻ ബീച്ച് ഏരിയ, കോർണിഷ് ഏരിയ ഒക്കെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്? നിങ്ങൾ പറ, നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ യു നീഡ് ടു കമൻറ്റ് കേട്ടോ. ചുമ്മാ കണ്ടിട്ട് പോകാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. നൗ I'm so happy that I'm coming back to this place because ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് I'm back here, and I'm so happy that I'm taking you guys also to this place.